ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് കടന്നാലോ? അങ്ങനെ നമ്മുടെ ആ മാലിന്യ എന്ന പെണ്ണിങ്ങനെ ചോദിക്കുന്നുണ്ട് ഷ്യാമിനോട്, ഷ്യാം സാറെ, എനിക്ക് പിള്ളേർക്ക് ഫീസ് കൊടുക്കാൻ പൈസ വേണം, കുറച്ച് പൈസ ഒന്ന് സഹായിക്കാവോ? എൻ്റെ ഭർത്താവിൻ്റെ വിധി വരുമ്പോൾ അതിൽ നിന്നുള്ള പൈസ നഷ്ടപരിഹാരത്തിൽ നിന്ന് എടുത്തോളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ അഞ്ജലി പറഞ്ഞിട്ട്, ഷ്യാമേട്ട ഒന്നിങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുവാണ്. അതെ, ഞാനൊരു 10,000 രൂപ തരാം, ആ സ്ത്രീക്ക് കൊടുക്കാവോ? അയ്യോ, അഞ്ജലി മോളെ ആലോചിച്ചിട്ട് തന്നെയാണോ? പിന്നല്ലാതെ ആ സ്ത്രീക്ക് ഷ്യാമേട്ടൻ കൊടുത്ത പൈസ കൊണ്ട് ഫീസ് അടക്കാൻ മാത്രമേ തികയുള്ളൂ. അവർക്ക് വേറെ എന്തോ ഒരു ആവശ്യം ഉണ്ടാവും ഷ്യാമേട്ട. അതുകൊണ്ട് ഞാൻ ഷ്യാമേട്ടൻ്റെ കയ്യിൽ ഒരു 10,000 രൂപ കൂടി തരാം, അതുകൂടി ആ സ്ത്രീയുടെ കയ്യിൽ കൊടുത്തു എന്ന് പറയുമ്പോൾ ഷ്യാം പറയുന്നുണ്ട്, അത് അഞ്ജലി മോളെ, ഞാൻ പറയുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കരുത്. അഞ്ജലി മോൾ എന്തായാലും അവർ സഹായിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ഈ 15,000 എന്നുള്ളത് ഒന്ന് ഇത്തിരി കൂട്ടി കൊടുത്തൂടെ? ഷ്യാമേട്ടൻ എത്രയോ ഉദ്ദേശിക്കണത്, എത്ര കൊടുക്കാനും എനിക്ക് കുഴപ്പമില്ലെന്ന് പറയുമ്പോൾ ഒരു 15,000 കൊടുത്താലോ? അതിനെന്താ ഷ്യാമേട്ട? അഞ്ജലി മോളുടെ കയ്യിൽ 15,000 രൂപ ഇപ്പം ഉണ്ടാവോ? ഉണ്ടല്ലോ ഷ്യാമേട്ട എന്ന് പറഞ്ഞിട്ട് 15,000 രൂപ എടുത്തിട്ട് ഷ്യാമിൻ്റെ കൈ കൊടുക്കുകയാണ്. ഷ്യാം അത് മാലിനിയുടെ കൈ കൊടുക്കുന്നുണ്ട്. ഇതേ മാലിനിയുടെ കഷ്ടപ്പാടൊക്കെ കേട്ടപ്പോൾ എൻ്റെ ഭാര്യ തന്നതാണ് കേട്ടോ, വളരെ ഉപകാരം മേഡം, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറയുകയാണ്. നഷ്ടപരിഹാര തുകയെന്ന് നിങ്ങൾ ഈ പൈസ എടുത്തിട്ട് ബാക്കി എനിക്ക് തന്നാൽ മതി എന്ന് പറയുമ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ എന്ന് അഞ്ജലി പറയാണ്. അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. ഇപ്പം മക്കളുടെ ഫീസ് എത്രയും പെട്ടെന്ന് കൊടുക്കാൻ നോക്കൂ. പിന്നെ മക്കളുടെ പഠിത്തത്തിൻ്റെ കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ, മടിക്കേണ്ട എന്ന് അഞ്ജലി പറയുന്നത്. വളരെ ഉപകാരം മേഡം, ശരി സർ എന്ന് പറഞ്ഞിട്ട് മാലിനി അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം നമ്മുടെ ഷ്യാം പറയണ്ടു, ഓരോരുത്തരുടെ കഷ്ടപ്പാട് അല്ലേ അഞ്ജലി മോളും? അതെ, ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മളൊക്കെ എത്ര ഭാഗ്യവന്മാരാണെന്ന് തോന്നുന്നത്. അതേ മോളും, മനുഷ്യരുടെ കാര്യം ഇത്രയൊക്കെയാ, ഇന്നാര് നാളാര് ഒന്നും അറിയില്ല. മരണമെന്ന് പറഞ്ഞത് എപ്പോൾ വേണേലും മുമ്പിലേക്ക് വരാം. അതുകൊണ്ട് ഇത്രയൊക്കെ ഉള്ളൂ, നമ്മൾ പരസ്പരം സഹായിച്ചും ഒത്തൊരുമയോടെ കൂടെ പോകണം എന്ന് പറയാണ്. അല്ല, ഷ്യാമേട്ടൻ വരുന്നില്ലേ വീട്ടിലേക്ക്? ഇല്ല മോളും, എനിക്കൊരു ക്ലയൻറ്റിനെ കാണാനായിട്ട് നേരെ വക്കീൽ ഓഫീസ് വരെ പോകണം, മോള് പോയിക്കോ. അല്ല ഷ്യാമേട്ടൻ ഈ വഴിയാണെങ്കിൽ വണ്ടിയിലേക്ക് കയറിക്കോ, ഞാൻ കൊണ്ടേ വിടാം. അല്ലേ മോളും, ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാം, മോള് പോയിക്കോ എന്ന് പറയാണ്. ശരി ഷ്യാമേട്ട എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അവിടെ നിന്ന് പോകുവാട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ അമ്മായിനും അതുപോലെ തന്നെ നമ്മുടെ അമ്മയും അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയും കൂടി സംസാരിച്ചിരിക്കുക കേട്ടോ. അപ്പം അമ്മായി പറയുന്നുണ്ട്, അതെ പ്രമീളയെടുത്തി, നമ്മൾ വിചാരിച്ചത് കല്യാണം നേരിട്ട് നടത്താമെന്നായിരുന്നു. പക്ഷെ അങ്ങനെ നടത്തിയാൽ ഒരു കുഴപ്പമുണ്ട്, നാട്ടുകാർ പലതും പറഞ്ഞു നടക്കും, പെണ്ണും ചെറുക്കനും കൂടി എന്തൊക്കെ ഒപ്പിച്ചിട്ട് പെട്ടെന്ന് കല്യാണം നടത്താമെന്ന് അവർ പറയും. അതുകൊണ്ട് കല്യാണത്തിലേക്ക് പെട്ടെന്ന് കടക്കണ്ട, നമുക്കൊരു വിവാഹ നിശ്ചയം ചെറുതായിട്ട് നടത്തിയാലോ? അത് കൊള്ളാം, രാധ തന്നെയല്ലേ പറഞ്ഞത് വിവാഹ നിശ്ചയം നടത്തണ്ട, പെട്ടെന്ന് കല്യാണം നടത്താമെന്ന്? അതെ, അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചത്. പക്ഷെ നമ്മുടെ നാട്ടുകാരല്ലേ, അവർ പറയും ഷ്യാമോനും ശ്രുതിമോളും കൂടി എന്തൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് പെട്ടെന്ന് കല്യാണം നടത്തി വിടാന്നൊക്കെ പറയില്ലേ. അതുകൊണ്ട് ചെറിയ രീതിയിൽ നമ്മളായിട്ട് നടത്തിയ വിവാഹമാണെന്ന് അറിയിക്കാൻ വേണ്ടി ചെറിയ രീതിയിൽ ഒരു നിശ്ചയങ്ങൾ നടത്താം എന്ന് പറയാണ്. എല്ലാം പ്രമീളയുടെ ഇഷ്ടം പോലെ എന്ന് രാധയുടെ ഇഷ്ടം പോലെ പ്രമീള പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അമ്മായി കൈയെടുക്കുമ്പോഴേക്കും ശ്രുതിയുടെ ബാഗ് നിലത്തേക്ക് വീഴുന്നു കേട്ടോ. ആ ബാഗിൽ നിന്ന് മുത്തുമണികളും പെൻസിലും അതുപോലെ തന്നെ ചീപ്പും പിന്നെ നമ്മുടെ ഒരു താക്കോലും വീഴുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അമ്മായി പറയുന്നുണ്ട്, എൻ്റെ ശ്രുതി, നിനക്ക് ഈ ബാഗ് വേറെ എവിടെയെങ്കിലും വെച്ചൂടെ എന്ന് പറയുകയാണ്. നിനക്കിനി ബാഗിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, നീ ഇനിയിപ്പോൾ പണിക്ക് പോകേണ്ട ആവശ്യം നിനക്കില്ലല്ലോ എന്ന് പറയുകയാണ്. അങ്ങനെ ശ്രുതി ആ ബാഗിലെ സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് ബാഗിലേക്ക് എടുത്തു വയ്ക്കുമ്പോഴാണ് ആ താക്കോല് കിട്ടുന്നത്. താക്കോൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്രുതി. അപ്പോഴാണ് ശ്രുതിക്ക് മനസ്സിലാവുന്നത്, ആദ്യത്തെ എപ്പിസോഡുകൾ നമ്മുടെ അശ്വിൻ പോണ സമയത്ത്, അമ്പലത്തിച്ച് പോകുന്ന സമയത്ത് താക്കോൽ നിലത്ത് വീണിരുന്നില്ലേ, ആ താക്കോലായിട്ടോ അത്. ശ്രുതി ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുമ്പോൾ അമ്മായി ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി മോളെ, ഇത് എവിടുന്ന ഈ ചെറിയ താക്കോല്, ഇത് എന്തിൻ്റെ താക്കോല എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടുന്നില്ല. എടി ശ്രുതി, ഞാൻ നിന്നോട് ചോദിച്ചത് ഇത് എന്തിൻ്റെ താക്കോലാണെന്ന്. അതും അമ്മായി, അതെനിക്ക് ഓർമ്മയില്ല. കൊള്ളാം, ഓർമ്മയില്ലാത്ത ഈ താക്കോലൊക്കെയാണോ ബാഗിൽ വെച്ചെടുക്കുന്നത്? ഇവളുടെ ഒരു കാര്യം, എന്തായാലും നീ ബാഗ് അങ്ങനെ മാറ്റി വെക്ക്, ഇനി ജോലിക്ക് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അല്ല ശ്രുതി, നീ അവിടെ വീട്ടിൽ വിളിച്ചു പറഞ്ഞിരുന്നോ നീ ഇനി മുതൽ ജോലിക്ക് വരില്ലെന്ന്? പറഞ്ഞില്ല. അതെന്താ പറയാത്തത്? ഒന്ന് പറയണ്ടേ, പറയേണ്ട മര്യാദയെങ്കിലും കാണിക്കണ്ടേ? നീ വിളിച്ചു പറ ഇനി എന്തായാലും അങ്ങോട്ടേക്ക് ജോലിക്ക് വരുന്നില്ലെന്ന്. ശരി അമ്മായി എന്ന് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് വീണ്ടും ശ്യാമിനെയാണ്. ശ്യാമ മാലിനിയുടെ കയ്യിൽ നിന്ന് പൈസ ബാക്കി മേടിക്കുന്നുണ്ട്. എന്താ മാലിനി, ഞാൻ പോയെന്ന് വിചാരിച്ച് സമാധാനിക്കായിരുന്നോ? എൻ്റെ ശ്യാം സാറേ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചൊന്നുമില്ല. ഇന്ന പൈസ എങ്കിലും ശ്യാം സാറേ, സ്വന്തം ഭാര്യയുടെ മുമ്പിൽ ഇങ്ങനെ അഭിനയിച്ച് പണം മേടിക്കാൻ മടിയൊന്നുമില്ലേ? ഇങ്ങനെ അഭിനയിച്ച് പണം മേടിക്കേണ്ട കാര്യമുണ്ടോ ശ്യാം സാറിന്? ഇതേ മാലിനി, താൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട കേട്ടോ. ഇതെനിക്ക് കുറച്ച് ആവശ്യമുള്ള പണമാണ്, അതിങ്ങനെ ഉണ്ടാക്കാൻ എനിക്ക് പറ്റുള്ളൂ. താനിത് പിന്നെ ആർത്തുമേ പറയണ്ട കേട്ടോ. ഞാൻ ഈ കാര്യം ആർത്തും പറഞ്ഞാലുമേ ആരും ഇത് വിശ്വസിക്കാൻ പോകണമെന്നുമില്ല എന്ന് പറയാണ്. ശ്യാം സാറിനെ കുറിച്ച് അത്ര വലിയ മതിപ്പൊക്കെയാണല്ലോ നമ്മുടെ ഓഫീസിലും അതുപോലെ തന്നെ വക്കീൽ ഓഫീസിലൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോണ അതാണ് എന്ന് ശ്യാം പറയാണ്. അപ്പോഴേക്ക് അഞ്ജലിയുടെ വണ്ടി നേരെ മുമ്പിൽ വന്ന് നിൽക്കുന്നു കേട്ടോ. അഞ്ജലി ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് അഞ്ജലി
വണ്ടിയുടെ ഗ്ലാസ് തുറക്കുന്നതിനാ ഇതാരെ അഞ്ജലി മോളോ, അഞ്ജലി മോള് പോയില്ലേ എന്ന് ശ്യാം ചോദിക്കുമ്പോൾ അതെ ആ വഴിക്ക് ഭയങ്കര ബ്ലോക്ക്, വണ്ടിയല്ല ഈ വഴി തിരിച്ചുവിടുക. അല്ല ശ്യാമേട്ടനെ തിരക്കിട്ട് പോകുവാണെന്ന് പറഞ്ഞിട്ട് അതെ ഞാൻ പോകാൻ പോവായിരുന്നു. അപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്, മാലിന്യെ വിളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ മാലിന്യ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അതെ ഭർത്താവിൻ്റെ കുറച്ച് സാലറി സ്ലിപ്പിൻ്റെ കാര്യമൊക്കെ ഉണ്ടായിരുന്നേ, അപ്പോൾ സ്ലിപ്പിനെ കുറിച്ച് പറയാൻ വേണ്ടി വിളിച്ചായിരുന്നു. ഓ അങ്ങനെയാണോ, എന്നാൽ ശരി ശ്യാമേട്ടൻ ഞാൻ പോവാ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി വണ്ടി എടുത്ത് പോകുക കേട്ടോ. അതിനുശേഷം മാലിന്യം പോകുന്നുണ്ട്. ശ്യാമിന് സന്തോഷത്തോടു കൂടി തന്നെ ശ്യാം ആ പണം കയ്യിൽ പിടിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക്, അതായത് അശ്വിൻ്റെ വീട്ടിലേക്ക് വിളിക്കാൻ വേണ്ടി ഫോൺ എടുക്കുകയാണ്. വേണ്ട, ലാൻഡ് ഫോണിലേക്ക് വിളിക്കേണ്ട, ആ കടലമിഠായി ആയിരിക്കും ലാൻഡ് ഫോൺ എടുക്കുക, അഞ്ജലി മേഡത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അഞ്ജലിയുടെ ഫോണിലേക്ക് നമ്മുടെ ശ്രുതി വിളിക്കുക കേട്ടോ. അപ്പോൾ ശ്രുതി വിളിക്കുമ്പോഴേക്കും അഞ്ജലി ഫോൺ കാണാം. ശ്രുതി പറ ശ്രുതി എന്ന് പറയുമ്പോഴേക്കും അതെ അഞ്ജലി മേഡം ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. പറഞ്ഞോളൂ ശ്രുതി, നാളെ മുതൽ ഞാൻ ജോലിക്ക് വരുന്നില്ല കേട്ടോ. അതെന്താ ശ്രുതി? അല്ല ഇനി എൻ്റെ ആവശ്യം അവിടെ ഇല്ലല്ലോ അഞ്ജലി മേഡം, ലാവണ്യ മേഡം ഇപ്പോൾ ആ കുടുംബമായിട്ട് ഒത്തൊരുമയോടെ പോകുന്നുണ്ട്, പിന്നെ ഇനി എൻ്റെ ആവശ്യമില്ല. പിന്നെ അശ്വിൻ സാർ ലാവണ്യ മേഡം കല്യാണത്തിനായിട്ട് സമ്മതമൊക്കെ അറിയിച്ചല്ലോ, ഇനി എൻ്റെ ആവശ്യമില്ല അഞ്ജലി മേഡം, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും മുത്തശ്ശി വരുന്നുണ്ട് കേട്ടോ. എല്ലാ അഞ്ജലി മോളെ ആരാ വിളിക്കുന്നത്? ശ്രുതിയാ മുത്തശ്ശി, അവൾ നാളെ മുതൽ ഇവിടെ വരുന്നില്ലെന്ന് പറഞ്ഞ അതെന്തൊരു പറച്ചില്ല, ഫോണും കൂടി തന്നെ എന്ന് പറയാണ്. അല്ല ശ്രുതി മോളെ നീ നാളെ ഇങ്ങോട്ട് വരില്ലെന്ന് പറയാൻ കാരണം എന്താ? എല്ലാ മുത്തശ്ശി ഇനി എൻ്റെ ആവശ്യം അവിടെ ഇല്ലല്ലോ, ലാവണ്യ മേഡം ഇപ്പം ആ കുടുംബത്തിൽ നല്ലൊരു മരുമകളാവാനുള്ള എല്ലാ ലക്ഷണങ്ങളും നല്ലൊരു പാകമായിട്ട്. മാത്രമല്ല അശ്വിൻ സാർ വിവാഹത്തിന് സമ്മതിച്ചു, എല്ലാം നല്ല മംഗളമായില്ലേ, ഇനി എൻ്റെ ആവശ്യം അവിടെ ഇല്ലല്ലോ. അത് കൊള്ളാം, അപ്പോൾ നീ യാത്ര പറയുവാണല്ലേ, നമ്മളുടെ ബന്ധം ഈ ഫോണിൽ കൂടി യാത്ര പറയാനുള്ള ബന്ധം ഉള്ളൂ ശ്രുതി മോളെ, നിനക്കിവിടെ ഒന്ന് നേരിട്ടൊന്ന് യാത്ര പറഞ്ഞ് പോയിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. അത് മുത്തശ്ശി, അപ്പോൾ ഞങ്ങളെയൊക്കെ അത്രയ്ക്ക് നിനക്കുള്ളൂ അല്ലേ ഒരു ഫോണിൽ കൂടി യാത്ര പറച്ചിൽ, കൊള്ളാം, നിനക്ക് ഞങ്ങളുടെ അടുത്ത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ ഇവിടെ വന്ന് യാത്ര പറഞ്ഞിട്ട് വേണം പോവാൻ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഫോൺ വെക്കുക. അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് എന്തായാലും അവൾ ഇങ്ങോട്ട് വരുമായിരിക്കും, അവൾക്ക് നല്ലൊരു സമ്മാനം നമുക്ക് കൊടുക്കണം. മനോരമ പറയുന്നുണ്ട് എന്തിന്, അവളിവിടെ വന്നിട്ട് നല്ല സന്തോഷമായിട്ട് പണിയെടുത്തു പോയി, ശമ്പളം നല്ല തരത്തിൽ തന്നെ കുഞ്ഞും കൊടുത്തിട്ടുണ്ട്, ഇനി അവൾക്ക് എന്ത് സമ്മാനം കൊടുക്കാനാ? ദേ ആൻറ്റി അങ്ങനെ പറയുന്നത്, ശ്രുതി ഉള്ളതുകൊണ്ടാണ് ഈ വീട്ടിൽ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നത്, അതുപോലെ തന്നെ കുഞ്ഞിന് വിവാഹത്തിന് സമ്മതിച്ചതും എല്ലാത്തിനും കാരണം ശ്രുതിമോള. അത് കൊള്ളാലോ, എല്ലാ ക്രെഡിറ്റും ആ കീറസായത്തേക്ക് കൊടുക്കുവാണ് നിങ്ങൾ, അതുകൊണ്ടൊന്നുമല്ല ലാവണ്യ ബേബി ആത്മാർത്ഥമായിട്ട് കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹിച്ച് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്, അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞിന് മാറ്റുണ്ടായത്, വിവാഹത്തിന് സമ്മതിച്ചു, അല്ലാതെ ആ കീറസാരിക്കാരുടെ ഗുണം കൊണ്ടിട്ടൊന്നല്ല. എന്തായാലും മനോരമ നീ പറഞ്ഞ തെറ്റാണ്, അവൾ ഇത്ര നാൾ ഇവിടെ ഒന്ന് പണിയെടുത്തില്ലേ, അവൾക്കൊരു സമ്മാനമെങ്കിലും കൊടുക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൂര് ഗോൾഡൻ ചെയിൻ എടുത്തുകൊണ്ട് വരുവാട്ടോ. ദേ അഞ്ജലി മോളെ ഇതെങ്ങനെയുണ്ട്, ഇത് ഞാൻ കൃഷ്ണന്റെ അമ്പലത്തിൽ നിന്ന് പൂജിച്ചു കൊണ്ടുവന്നതാണ്, കൃഷ്ണ വിഗ്രഹത്തിന്റെ ഒരു ചെറിയൊരു ലോക്കറ്റും ഉണ്ടെന്ന് പറയുമ്പോൾ ഇത് കൊള്ളാം, ഇത് അവൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും, അവളുടെ ഇഷ്ടദൈവമാണല്ലോ കൃഷ്ണൻ. എൻ്റെ അമ്മയ്ക്ക് ഇതെന്ത് സംഭവിച്ചു, 2.5 പവന്റെ മാലയാണ് അവൾക്ക് കൊടുക്കുന്നത്, അങ്ങനെ ഗോൾഡ് കൊടുക്കണമെങ്കിൽ തന്നെ വല്ല 1/4 പവനോ 1/2 പവനോ ഒക്കെ തന്നെ ധാരാളം, എന്തിനാ 2.5 പവൻ കൊടുക്കുന്നത്? എൻ്റെ മൈ ഗോഡ്, 1.5 ലക്ഷം രൂപയുടെ മാലയാണ് കൊടുക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ മനോരമ ലക്ഷത്തിൻ്റെയും അതുപോലെ തന്നെ ഗോൾഡിനെ കണക്കല്ല, അവൾ ഇവിടെ ചെയ്ത സേവനമൊക്കെ നീ മറന്നോ? എന്തായാലും ഈ സമ്മാനം അവൾക്ക് തന്നെ കൊടുക്കാം, അഞ്ജലി മോളെ നീ ഇത് നിന്റെ കൈ വെച്ചോ എന്ന് പറഞ്ഞ് മുത്തശ്ശി കൊടുക്കും കേട്ടോ. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ജോലിക്ക് എങ്ങനെ പോകും, അവിടെ പോകണമല്ലോ എന്നൊക്കെ ആലോചിച്ച് ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അമ്മ ചോദിക്കുന്നുണ്ട്, എല്ലാം മോളെ നീ അവിടെ വിളിച്ചു പറഞ്ഞോ വരുന്നില്ലെന്ന കാര്യം? പറഞ്ഞു അമ്മേ. അപ്പം അവർ പറയാ അവിടെ വന്നിട്ട് ഇന്ന് യാത്ര പറയാൻ എനിക്കൊട്ടും താല്പര്യമില്ല അങ്ങോട്ട് പോകാമെന്ന് ശ്രുതി പറയുമ്പോൾ അമ്മ പറയണ്ടേ അത് ശരിയാ പ്രേമിലെടുത്തി, ഇവളെ വിടണ്ട, എവിടെ പോണത് ശ്യാമോനും ഇഷ്ടമൊന്നുമല്ല എന്ന് പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അശ്വിൻ ശ്രുതിയുടെ കൈ പൊട്ടിക്കണ ഭാഗമൊക്കെ നാളെയായിട്ടുള്ളത്, അത് ശ്രുതിയുടെ കൈ പൊട്ടിക്കണല്ല കുപ്പിച്ചിരി കൊള്ളണതാണ്, അത് നാളെയാണ് എന്തായാലും ഉള്ളത്, കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.